ഇപ്പോൾ വണ്ടിപ്പെരിയാറിലെ ആ കടുവയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ തന്നെ ആ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെ തുടർച്ചയിൽ ഏതാണ് പുതിയ സംഭവം എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ജോസിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ജോസിലിനെ സംബന്ധിച്ച് ഇന്ന് വളരെ തിരക്ക് പിടിച്ച ദിവസമാണ്. ജോസിൽ, ഇതാ പീരുമേടും ഒക്കെ കടന്ന് വണ്ടിപ്പെരിയാറ്റിലേക്ക് എത്തുമ്പോൾ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് അതിൻ്റെ പുതിയ അപ്ഡേഷൻ? മനു, ഇന്നലെ 4 മണിയോടുകൂടിയാണ് നേരത്തെ കൂട് സ്ഥാപിച്ചിരുന്നതിന് 300 മീറ്റർ മാറി ഈ ചതുപ്പ്, ഇത് താഴെ കാണുന്ന ഒരു ചതുപ്പ് പ്രദേശത്ത് കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നത്. പക്ഷേ ആ കടുവ വളരെ അവശ നിലയിലാണെന്നാണ് ഇന്നലെ കോട്ടയം DFO വ്യക്തമാക്കിയത്. ഇത് ഇടുക്കി ജില്ലയുടെ ഭാഗമാണെങ്കിൽ പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ഡിവിഷൻ്റെ കീഴിൽ വരുന്ന പ്രദേശമാണ്. എരുമേലി റേഞ്ചിൻ്റെ കീഴിൽ വരുന്നതാണ്. റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ പരിസരത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 15-അംഗ സംഘം ഇവിടെ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അടക്കം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഗ്രാംബി എസ്റ്റേറ്റിലാണ് ഈ കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വണ്ടിപ്പെരിയാറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എസ്റ്റേറ്റാണ്, ജനവാസ മേഖലയാണ് പ്രദേശം എന്ന് പറയുന്നത്. ഈ കടുവ കുറേ ദിവസങ്ങളായി പല ദൃശ്യങ്ങളിൽ മൊബൈലുകളിലൊക്കെ പതിഞ്ഞിരുന്നു. അതിനെ തുടർന്ന് വനംവകുപ്പിലേക്ക് പരാതി എത്തുന്നു. വനംവകുപ്പ് വളരെ വേഗത്തിൽ അവിടെ എത്തുകയും ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. അവർ നിരീക്ഷണം ശക്തമാക്കുന്നു, കൂട് സ്ഥാപിക്കുന്നു, ഡ്രോൺ നിരീക്ഷണം അടക്കം നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ വനംവകുപ്പിന് കഴിഞ്ഞത്. വളരെ അവശ നിലയിലായ ഒരു കടുവയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ അതിന് വനത്തിൽ ഇര തേടാനൊന്നും പറ്റാത്ത വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അത് ജനവാസ മേഖലയിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയത്. അത് ആ കൂടിനൊരു 300 മീറ്റർ അകലെ വരെ ഇന്നലെ എത്തിയിരുന്നു. അവിടെ വെച്ചാണ് അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ ഇന്നലെ വനംവകുപ്പിൻ്റെ ഡ്രോൺ ക്യാമറകൾക്ക് കഴിഞ്ഞത്. അപ്പോൾ ഒരു പക്ഷേ ഇന്ന് തന്നെ ആ കടുവയെ പിടികൂടാൻ കഴിഞ്ഞേക്കാം എന്നൊരു ശുഭപ്രതീക്ഷയാണ് നമുക്ക് വണ്ടിപ്പെരിയാറ്റിൽ നിന്നും പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരുപാട് എസ്റ്റേറ്റുകളുള്ള മേഖലയാണ് വണ്ടിപ്പെരിയാർ എന്ന് പറയുന്നത്. തേയിലത്തോട്ടങ്ങൾ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടുവകൾക്ക് അവിടെ കഴിയാനും എളുപ്പമാണ്. കാരണം കുറ്റിച്ചെടികളുടെയൊക്കെ മറവിൽ സുഖമായിട്ടിരിക്കാൻ പറ്റുമല്ലോ. നമ്മൾ ആ വയനാട്ടിലെ കടുവയെ നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. അതുപോലെ തന്നെ ഒരു ഇടം കൂടിയാണ് വണ്ടിപ്പെരിയാർ എന്ന് പറയുന്നത്. നിരവധി തേയിലത്തോട്ടങ്ങളുള്ള പ്രദേശം. അതുകൊണ്ട് തന്നെ കുറ്റിച്ചെടികൾക്കിടയിൽ മറഞ്ഞിരിക്കാനും എളുപ്പമാണ്. ജോസിൽ, തുടരാം, പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് തുടരാം. മനു, കോൾ കട്ടായി. അതാണ് നമുക്ക് തുടരാൻ പറ്റാതെ വന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ കടുവയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതുകൊണ്ട് തന്നെ വെടിവെച്ച് പിടിച്ചാൽ അതിൻ്റെ ഈ മയക്കുവെടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കണോ വേണ്ടേ എന്നുള്ളത് വെറ്റിനറി സർജൻ അടക്കമുള്ള ആളുകൾ നടത്തുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. നിലവിൽ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നേരത്തെ സ്ഥാപിച്ചിരിക്കുന്ന കൂട് ഇപ്പോൾ ഈ പുതിയ കണ്ടെത്തിയ പ്രദേശത്തിനടുത്തേക്ക് മാറ്റാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് സാർ ഇവിടെ നിലവിലെ അവസ്ഥ കാര്യങ്ങൾ? ഞാനിപ്പോൾ വന്നുള്ളൂ. ഞാൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ വെച്ച കൂടിൻ്റെ ഒരു 300 മീറ്റർ അടുത്തായിട്ട് ഇതിപ്പോൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടിന്യൂസ് രാത്രി മൊത്തം ഡ്രോൺ വെച്ച് നോക്കുന്നുണ്ട്. അതിന് ഫർദർ വലിയ അനക്കങ്ങളൊന്നും കാണുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ആരോഗ്യസ്ഥിതി എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഈ കടുവ എങ്ങനെ പിടികൂടാമെന്നാണ് കരുതുന്നത്? കടുവ ഇപ്പം നിലവിലിപ്പോൾ നമ്മൾ ഇന്ന് ഈ പറയുന്ന പോലെ മാക്സിമം കൂട്ടിലേക്ക് കയറാനുള്ളതായി നമ്മൾ നോക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇനി അടുത്ത ഘട്ടം എന്ന നിലയിൽ നമ്മൾ മേ ബി ഇന്നും കയറിയില്ലെങ്കിൽ ട്രാങ്കുലൈസ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് പോകും. അതെന്തായാലും ഹയർ ഓഫീഷ്യൽസ് പറയണം, അല്ലെങ്കിൽ ഡോക്ടർ വന്നിട്ടൊന്ന് നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മനു, ഇതാണ് ഇപ്പോൾ റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. പ്രധാനമായിട്ടും കൂട് വെച്ച് തന്നെ കൂട്ടിലേക്ക് തന്നെ കടുവയെ കയറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം അതിന് വളരെ ആരോഗ്യസ്ഥിതി വളരെ മോശമുള്ളൊരു കടുവയാണ്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമീപകാല സംഭവങ്ങളെല്ലാം അറിയാം. അത്തരത്തിൽ ആരോഗ്യസ്ഥിതി മോശമായ ആനകളെ എല്ലാം പിടിച്ച് അതെല്ലാം ചെരിയുന്ന അവസ്ഥയിലേക്കൊക്കെ പോയി ആ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും പോകണോ വേണ്ടോ എന്നുള്ളത് വെറ്റിനറി സർജൻ അടക്കമുള്ള വെറ്റിനറി ഡോക്ടർ അടക്കമുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ അടക്കമുള്ള ആളുകളുടെ ഒരു പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് തീരുമാനിക്കുക. ഏതായാലും ഇന്ന് ഒരു കൃത്യമായ തീരുമാനമെടുക്കും ഈ കടുവയുടെ കാര്യത്തിൽ. എങ്ങനെ ഒന്നെങ്കിൽ മയക്കുമടി വെച്ച് പിടിച്ച് മാറ്റണോ അതെയോ ഇത്തരത്തിൽ കൂട് വെച്ച് മാറ്റി. ഏതായാലും ഈ ജനവാസ മേഖലയാണ്, ധാരാളം ആളുകൾ താമസിക്കുന്ന, തൊഴിലാളികളടക്കം രാവിലെ ഈ തേയിലത്തോട്ടം മേഖലയുടെ കാര്യം നമുക്കറിയാം. രാവിലെ 6 മണിക്ക് തന്നെ പണിക്കിറങ്ങുന്ന ഒരു സ്ഥലമാണ്. വലിയ വെയിലൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ അവരുടെ കൊളുന്തെടുത്ത് അവരുടെ പണി അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് തേയിലത്തോട്ടം മേഖലയിലുള്ളത്. അവിടെ ആ ഒരു മേഖലയിൽ ഇത്തരത്തിലൊരു പ്രശ്നം ദീർഘനാൾ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. അതുപോലെ
അതുപോലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളടക്കം ആ സ്കൂളിനടക്കം അവധി കൊടുത്ത് എത്ര നാൾ മുമ്പോട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വളരെ വേഗം തന്നെ ഇത്തരത്തിൽ ഇന്ന് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മനു. ശരി, ഏതായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജോസിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ജനവാസ മേഖലയാണ്, മനുഷ്യൻ്റെ തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യത്തെ തടസ്സപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു സാഹചര്യം അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ വളരെ ഗൗരവതരമായ പ്രശ്നമാണ് അവിടുത്തെ ആ കടുവ സാന്നിധ്യം എന്ന് പറയുന്നത്. ഈ കടുവ ഇപ്പോഴും വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ആ കൂട് സ്ഥാപിച്ചതിന് 300 മീറ്റർ അപ്പുറം നിൽക്കുകയാണ്. അതിന് മൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ തീരെ ആരോഗ്യനില മോശമായിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മയക്കുവെടി വെച്ചാൽ ഒരുപക്ഷെ അതിൻ്റെ ജീവൻ അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതിനെക്കുറിച്ച് വിശദമായ ആലോചനകൾ വേണം. കാരണം ഈ കടുവയൊക്കെ നമുക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ അതിനെ വെടിവെച്ചങ്ങ് പിടിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ 972 വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് അതീവ ഭയങ്കരമാണ്, അതീവ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് വലിയ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ആ നിയമം ഭേദഗതി ചെയ്യാതെ ഇത്തരത്തിൽ മൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ എളുപ്പത്തിൽ തുരത്താൻ കഴിയില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം.